എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇടത് സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് വലിയ ആഘോഷത്തോടു കൂടി തന്നെയായിരുന്നു അയ്യപ്പ സംഗമം എന്ന പരിപാടി ആസൂത്രണം ചെയ്തത്. തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നുവെങ്കിലും സർക്കാർ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആളുകൾ വരാതിരുന്നതും അതിനുശേഷം ഉയർന്നു വന്ന അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണവും എല്ലാം കൂടിയായപ്പോൾ കഷ്ടത്തിരിക്കുന്നത് പോവുകയും ചെയ്തു. ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റേത്. എന്നാൽ നാളുകൾ ഇത്ര കഴിഞ്ഞിട്ടും പ്രതിപക്ഷം ഒന്നും മറന്നിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായി എന്ന് പറയുന്ന 8 കോടി രൂപ കമ്മീഷൻ കൂടി ചേർത്ത തുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് 8 കോടി രൂപ ചെലവായതിൻ്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല. ഇത്ര ഭീമമായ തുക ഒറ്റ ദിവസം കൊണ്ട് ചെലവഴിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഏതൊക്കെ ഇനത്തിലാണ് ഈ പറയുന്ന 8 കോടി ചെലവായത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും വേണ്ടപ്പെട്ടവർക്കുള്ള കമ്മീഷനാണ്. ഇത് അടിമുടി കമ്മീഷൻ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അല്ലെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ സ്പോൺസർമാരിൽ നിന്നും എത്ര തുക കിട്ടിയെന്നും ഏതൊക്കെ സ്പോൺസർമാരാണ് പണം നൽകിയത് എന്നുമുള്ള പതിവ് പോലെ ഇക്കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് സംശയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുവരെ 4 കോടിയോളം രൂപ പദ്ധതി നടത്തിപ്പിൻ്റെ ബില്ലിനത്തിൽ മാറിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പോയിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ വർക്കിംഗ് ഫണ്ടിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കം മുതൽ തന്നെ എല്ലാ ചെലവ് സ്പോൺസർമാരുടെ കയ്യിൽ നിന്നും മുതലാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടും എന്തിനാണ് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ കൈയിട്ട് വാരുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. അല്ലെങ്കിലും ആരാണ് ഈ പൊളിഞ്ഞുപോയ പരിപാടിക്ക് 8 കോടി നൽകുന്ന സ്പോൺസർമാർ എന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്. മാത്രമല്ല കോട്ടയത്തെയും കുമരകത്തെയും നക്ഷത്ര ഹോട്ടലുകൾക്ക് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വാൻസ് നൽകിയത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ആരൊക്കെയാണ് ഈ നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന VVIP അതിഥികൾ? അവരുടെ പേര് വിവരങ്ങളും പുറത്തു വിട്ടേ മതിയാകൂ. വിദേശത്തു നിന്നും വൻതോതിൽ പ്രതിനിധികൾ എത്തുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ അവിടെ നിന്നും കാര്യമായി ആരും എത്തിയില്ല എന്ന് മാത്രമല്ല, അതിഥികൾക്കുണ്ടാക്കിയ ഭക്ഷണം വെട്ടി മൂടേണ്ടിയും വന്നു എന്ന് തുടങ്ങി രൂക്ഷമായിട്ട് തന്നെയാണ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ചെന്നിത്തല പറഞ്ഞതുപോലെ കൊട്ടിഘോഷിച്ചതുപോലെ ആരും വരാതെ നടത്തിയ ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് മാത്രം ഇത്ര രൂപ ചെലവായത് വിശ്വസിക്കാനും വളരെ പ്രയാസമുണ്ട്. ഇക്കാര്യത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ കമ്മീഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ പുറത്തുവിടുക എന്ന വഴി മാത്രമേ സർക്കാരിൻ്റെ മുൻപിലുള്ളൂ. ആ കാര്യങ്ങൾ വ്യക്തമായി പുറത്തുവിട്ടാൽ വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഭക്തർ ഒന്നാകെ സംസ്ഥാന സർക്കാരിന് നേരെ തിരിയും. കാരണം ദേവസ്വം ബോർഡിൻ്റെ പണമാകുമ്പോൾ അത് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും മുണ്ടുമുറുക്കിയെടുത്ത് നേരുന്ന പൈസയാണ്. അതിലും കൈയിട്ടുവാരൽ നടന്നു എന്ന് കേൾക്കുമ്പോൾ ഒരാളും അതിനെ അംഗീകരിച്ചു എന്ന് വരില്ല. അത് ദോഷമുണ്ടാക്കുക സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അതിൻ്റെ ക്ഷീണം മാറാൻ എത്ര സംഗമങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടും ഒരു കാര്യവുമില്ല.